നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉത്തർപ്രദേശ് നീങ്ങുകയാണ്. അതിന് മുന്നോടിയായി തന്നെ അവർ നേരിടാൻ പോകുന്ന കുറേയധികം പ്രതിസന്ധികൾ ഇപ്പോഴും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് യോഗി ആദിത്യനാഥിന് കഴിയുമോ? പ്രത്യേകിച്ചും ഈ അയോധ്യ സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ വലിയ തലവേദനയായിട്ട് ബി ജെ പിക്ക് മാറുകയാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് അവിടെ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് എൻ ഡി എ സഖ്യത്തിനൊക്കെ തന്നെ നേരിട്ടിരുന്നു. വോട്ട് പെർസെൻറ്റേജിൽ വലിയ കുറവൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ കുറവോടെ ഉണ്ടായി. യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിട്ടുള്ള 47 സീറ്റുള്ള സമാജ്വാദി പാർട്ടിക്ക് 111 സീറ്റുകളിലേക്ക് ഉയരാൻ കഴിഞ്ഞു. അതേസമയം ഇവരുടെ കുറേ സീറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ആ സമയത്ത് ഉണ്ടായിരുന്നൊരു കാര്യം. കോൺഗ്രസ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഇലക്ഷനുകൾക്ക് മുമ്പ് ഏതാണ്ട് 11% ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ 6% ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റത്തെ ഇലക്ഷനിലായപ്പോഴേക്കും 2.9% തകർന്നടിഞ്ഞു. പക്ഷേ ആ തകർന്നടിഞ്ഞ സമയത്തും അവിടെ സമാജ്വാദി പാർട്ടി ഗംഭീരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവരുടെ സീറ്റ് 111 സീറ്റുകളാക്കി വരുന്നത്. അതേസമയം ബി ജെ പിയുടെ ഒരു 40-50ഓളം സീറ്റുകൾ കുറഞ്ഞു. ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൗതം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ നിന്ന് കിട്ടിയത് 52.88% വോട്ടാണ്. എന്നാൽ ഇത്തവണ ബി ജെ പിക്കാണ് അവിടെ വോട്ട് കൂടുതലുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ അവർക്ക് കുറഞ്ഞെങ്കിലും സീറ്റുകൾ കൂടുതലുള്ളത്, വോട്ട് കൂടുതലുള്ളത് ബി ജെ പിക്കാണ്. ബി ജെ പിക്കുള്ളത് 3,83,00,000 വോട്ടുകളുള്ളപ്പോൾ 3,81,00,000 വോട്ടുകളെ സമാജ്വാദി പാർട്ടിക്കുള്ളൂ. പക്ഷേ കോൺഗ്രസിന് വോട്ടുകൾ കൂടി കൂട്ടുമ്പോഴത്തേക്കും കൂടുതലായിരിക്കും. പക്ഷെ അങ്ങനെയായിട്ട് പോലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും സീറ്റുകളുടെ നമ്പറിൽ വലിയ കുറവ് വന്നു. കാരണം 28 സീറ്റുകൾ കുറഞ്ഞ് 36 സീറ്റുകളിലേക്ക് കഴിഞ്ഞ തവണ എത്തിയിരുന്നു. അതേസമയം സമാജ്വാദി പാർട്ടിക്കും അവർക്ക് 43 സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 27 സീറ്റുകളുടെ കൂടുതൽ വന്നു. ഇതായിരുന്നു 2024 വരെയുള്ള അവിടുത്തെ പശ്ചാത്തലം, ഞാൻ പറഞ്ഞ ലോക്സഭ വരെ. അപ്പം അതിന് ശേഷം യഥാർത്ഥത്തിൽ ഗൗതം അറിയേണ്ടത് ഇപ്പോൾ വന്നേക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബി ജെ പിക്കുള്ളിൽ തന്നെ വലിയ അടിയുണ്ട്. ബി ജെ പിക്കുള്ളിൽ തന്നെ അടി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് മോദിയുടെ വിശ്വസ്തരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, അതായത് മറ്റേ നൃപൻ മിശ്രയൊക്കെ പോലെയുള്ള മോദിയുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളാണ് ഈ അയോധ്യ കേസ്, അയോധ്യയിലെ അഴിമതികളടക്കം പുറത്തു കൊണ്ടുവരാൻ വലിയ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ നമുക്കതിൽ ചില വിശ്വസിക്കാവുന്ന കാര്യം, ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് എന്ന് പറയുന്ന ആളുമൊക്കെ ഇത് ഉയർത്തിയിട്ടുണ്ട്. ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് നമുക്കറിയാമല്ലോ, നേരത്തെ മറ്റേ റെസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ യോഗി ആദിത്യനാഥിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി അവരൊക്കെ രംഗത്ത് വന്നതോ ഇനി അത് ഇന്റർ പാർട്ടി പ്രശ്നങ്ങളോ അല്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അയോധ്യ രാമക്ഷേത്രവും അവിടുത്തെ ഏതാണ്ട് 1,500ഓളം വരുന്ന കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ബി ജെ പിയോടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം തന്നെ അടുത്തൊരു 10 മാസമേ ഇലക്ഷൻ ഉള്ളൂ. ആ 10 മാസങ്ങൾ കൊണ്ട് ബി ജെ പി ആയതുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ്. നമുക്ക് 100% ഉറപ്പായിട്ടും ഇപ്പൊ അവര് അധികാരത്തിൽ വരില്ല എന്നൊന്നും എഴുതിത്തള്ളാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അങ്ങനെ അധികാരത്തിൽ വരാൻ ഉള്ള എന്ത് 10 മാസം കൊണ്ട് ചെയ്യുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഒന്ന്. രണ്ടാമത്തത്, അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അടുത്ത 10 മാസം കൊണ്ട് തീർച്ചയായിട്ടും ഈ കേസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യും. കാരണം ഇപ്പൊ CBI അന്വേഷിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഈ CBI അന്വേഷിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ മോദിയുടെ കോർട്ടിലേക്ക് കളി മാറി എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോദി ഇതുവരെയുള്ള നിലപാടിൽ പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മോദിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ യോഗി ആദിത്യനാഥിനെതിരെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിൽ യോഗി ആദിത്യനാഥിനെ ഇത്തവണ അവിടെ നിന്ന് കടപുഴക്ക് എറിയാൻ സമാജ്വാദി പാർട്ടിക്ക് പറ്റുമോ, അതോ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇനി ഒരു 4-5 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ 5-6 മാസങ്ങൾ കൂടി കഴിഞ്ഞ് ഇത് വേഴ്സാകുകയാണ്, കുറെ കൂടി മോശമാവുകയാണെങ്കിൽ മോദിയെ തന്നെ വേണമെങ്കിൽ ബി ജെ പി മാറ്റി വേറൊരാളെ വെക്കാൻ വേണ്ടി തയ്യാറാകുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് അവിടെ ഉയരുന്നത്. ഇത് കൂടാതെ പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് 43 MP-മാരുള്ളൊരു പാർട്ടിയാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഈ 43 MP-മാരെ സ്വന്തം പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ജയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഗൗതത്തിന് അറിയാമല്ലോ, ഇപ്പോൾ ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു വലിയ പിളർപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിളർപ്പ് ഉണ്ടായാൽ ഈ 43 MP-മാരിൽ എത്ര പേര് വീണ്ടും സമാജ്വാദി പാർട്ടിയിൽ പ്രതീക്ഷയോടുകൂടി നിൽക്കും എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ആകെ നിരവധി ആളുകൾക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മളിനി കോൺഗ്രസിൻ്റെ കാര്യം നോക്കിയാൽ കോൺഗ്രസിന് 2.9% വോട്ടുകളാണുള്ളത്.
അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6% വോട്ടുകളാണ്, അതിന് തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11% വോട്ടുകളാണ്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ AICC പുതിയ ഇൻചാർജുകാരനെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിന് അവിടെ തിരികെ കൊണ്ടുവരും, അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിരവധി സംഘടനകളെ സംബന്ധിച്ച് ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ബി എസ് പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അവിടെയാണ് നമുക്കറിയാം കൻഷിറാമിൻ്റെ പാർട്ടിയാണ്, മായാവതിയുടെ പാർട്ടിയാണ്. അവരേതാണ്ട് അവിടെ നാമാവശേഷമായിരിക്കുന്നു, തകർന്നടിഞ്ഞിരിക്കുന്നു. ഈ തകർന്നടിയുമ്പോൾ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസം എന്ന് പറയുന്നത് അവിടെയുള്ള ആ പാർട്ടിക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് എവിടെ നിന്നാണ് ഗൗരവത്തിനറിയും? അവരിട്ടേക്കണ FDയിൽ നിന്നാണ്. അപ്പൊ അത്തരത്തില് വലിയ പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ തന്നെ 80 സീറ്റുണ്ട്. അത് ഡീലിമിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 100-120 സീറ്റുകളായി ഉയരാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ അധികാരം പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 36 സീറ്റുകളോളം കുറവ് വന്നതാണ് നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയത് BJPക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ അത്യന്തം നിർണായകമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പം എനിക്ക് 100% ഉറപ്പിച്ചറിയാം. കഴിഞ്ഞ 4-5 കൊല്ലവുമായിട്ടും വലിയ സന്നാഹങ്ങൾ ഒരുക്കി സമാജ്വാദി പാർട്ടിയോട് വലിയ ഫൈറ്റിലാണ്. അതിന് ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ അവർക്ക് കിട്ടി, അതിനു മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും കിട്ടി. പക്ഷേ ഇനി ഈ 10 മാസങ്ങളിൽ എന്ത് നടപടി എടുക്കും എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൻ്റെ സിറ്റുവേഷൻ. ഉത്തർപ്രദേശിൽ BJP വീണാൽ അത് സ്വാഭാവികമായിട്ടും ഇപ്പം കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പ്, അതായത് ഇതിന് തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടിയേറ്റു. 19 സീറ്റുകൾ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36-37 സീറ്റുകൾ കുറഞ്ഞു, 36 സീറ്റ് കുറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഗ്രാജ്വലി അത് തടഞ്ഞു നിർത്താൻ BJPക്ക് പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും BJPയും ഫേസ് ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റിൽ നടക്കുന്ന ഇലക്ഷനായി പോലും നമുക്കതിനെ കാണാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ ഒരു ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് അതിൽ എത്രത്തോളം ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനുള്ള എല്ലാ ആവേശത്തോടും കൂടി എല്ലാ പാർട്ടികളും ഇറങ്ങാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത് നടക്കാൻ പോകുന്നത്. 8ഓളം പേരുകൾ ഇപ്പോൾ അറസ്റ്റിലാണ്. ഇപ്പം പ്രതികളെ എല്ലാവരും തൂക്കിയെടുത്തിട്ട് ജയിലിലിടുകയാണെങ്കിൽ, ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ BJPക്ക് സാധ്യതയില്ലേ? അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് 10 മാസത്തിനകം കോടതി വിധി ഉണ്ടാവും, അവരെല്ലാവരും ശിക്ഷിക്കപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പം തന്നെ അവിടെ ഈ താങ്കൾ പറഞ്ഞ 8ഓളം പേര് അറസ്റ്റിലായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവിടെയുള്ള ജനങ്ങൾക്കുള്ള ഒരു പൊതുവായിട്ടുള്ള ധാരണ നമുക്കെല്ലാം അറിയാലോ. ഇപ്പോൾ അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദ് തന്നെ കഴിഞ്ഞ തവണ BJP തോറ്റതാണ്. അതുകൂടാതെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അവരെല്ലാം വളരെ അന്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുന്ന വലിയ പരാതികളൊക്കെ ഉണ്ട്. ആ പരാതികളൊക്കെ ഉണ്ടായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വരുന്നത്. ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അവിടുത്തെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നൊരു കാര്യം, അത് BJPയും നേതൃത്വവും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. കാരണം ഇവരൊക്കെ സമ്പന്നരാകുന്നത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെ ഓവർകം ചെയ്യാൻ ഗൗതം പറഞ്ഞ പോലെ 10 മാസങ്ങൾ കൊണ്ട് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ വിചാരണ നടത്തി ശിക്ഷിക്കുക എന്നുള്ളതൊന്നും നടപടിയാകുന്ന കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് VHPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനെയൊക്കെ അടക്കം ഇന്നും ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്, അല്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള വലിയ വലിയ ആളുകളെ പിടിക്കുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട്. പിന്നെ യോഗി ആദിത്യനാഥൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനത്തിന് വലിയ സന്തോഷം തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഗുണ്ടാരാജ് ഒഴിവായിട്ടുണ്ട്, ബുൾഡോസർ രാജൊക്കെ വന്നതുകൊണ്ട് വലിയ സമാധാനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പരിധി വരെ കുറച്ചെങ്കിലും, ഞാൻ പറഞ്ഞ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യം അല്ലല്ലോ. 10 കൊല്ലം ഒരാൾ ഭരിച്ചു കഴിയുമ്പോൾ നമുക്ക് പുതിയ ആവശ്യങ്ങളുണ്ടാവും, പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരിച്ചപ്പോഴും നമുക്കറിയാം വെള്ളം ഫ്രീ ആയിട്ട് കൊടുത്തു, വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുത്തു, നല്ല സ്കൂളുകൾ കൊടുത്തു. പക്ഷെ അത് 10 കൊല്ലം കഴിയുമ്പോൾ ജനത്തിനൊന്നും ഇത് ഞങ്ങൾക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, പുതിയതെന്ത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തന്നെ അവിടെ യോഗി ആദിത്യനാഥ് നേരിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. ആ തിരിച്ചടി ഉണ്ടായതിൻ്റെ പിന്നിലൊരു കാര്യം കൂടി ഉണ്ട്. അവരുടെ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞില്ല, പക്ഷെ തിരിച്ചടി ഉണ്ടായത് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളുടെ ഇടയ്ക്ക് ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു യൂണിറ്റി ഇത്തവണ കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. പക്ഷേ ഗോതത്തിനോടൊരു കാര്യം പറയാം, രാഹുൽ ഗാന്ധി ഒന്നും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വളരെ ഫെയറായി ക്ലീനായി നടക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു ഫൈറ്റിലേക്ക് പോയാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ കുറേ കൂടി കോഷ്യസായ, കുറേ കൂടി ഒരു അവധാനതയോട് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പുകളായിരിക്കും സമാജ്വാദി പാർട്ടിയിൽ നിന്ന് എന്തായാലും
ഉണ്ടാവുക. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. BSP, സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, ഈ 3 പാർട്ടികളും അവിടെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. സോ അവരെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ ആണ്. അറ്റ് ദ സെയിം ടൈം BJPയെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ അധികാരം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഡൗൺഫോളിൻ്റെ തുടക്കമായിട്ട് ആളുകൾ അത് കാണുള്ളൂ. കാരണം അവർ വലിയ സന്നാഹത്തോടുകൂടി ഏറ്റവും ആദ്യമായി ഉത്തർപ്രദേശിൽ അധികാരം പിടിച്ചിട്ടുള്ള അധികാരം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ നഷ്ടസാധ്യതകളുണ്ട്. ഒരു കാര്യം നമ്മൾ പറയാം, ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യം വെച്ച് ഏതാണ്ട് 99% BJPയോട് പരാജയപ്പെടാനാണ് സാധ്യത. പക്ഷേ BJP ആയതുകൊണ്ട് നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ വയ്യ. ചിലപ്പോൾ അടുത്ത 10 മാസങ്ങളുണ്ട്, ആ 10 മാസങ്ങൾ കൊണ്ട് അവർ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ഇത് റീഗെയിൻ ചെയ്യുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.